നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനെതിരെ പിശാച് ഏതെല്ലാം തരത്തിൽ കലഹങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയാലും, നിങ്ങളുടെ നന്മകളെയും അഭിവൃദ്ധിയെയും അപഹരിച്ചു കളയുവാൻ പിശാച് ഏതൊക്കെ രീതിയിൽ പോരാടി നിന്നാലും, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ പിശാച് ഏതൊക്കെ സംശയങ്ങളും അവിശ്വാസങ്ങളും കൊണ്ടുവന്നാലും, വിശ്വാസത്തിൽ ഇന്ന് ഉറപ്പുള്ളിടത്തോളം യേശുവിൽ സകലതും എനിക്ക് ജയമുണ്ടെന്നും എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിശാചിന്റെ ഒരു തന്ത്രവും ഫലിക്കില്ല. നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം നിങ്ങളെ സഹായിക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടാണെങ്കിലും അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആമേൻ. ഒരു വലിയ ദൈവിക സംരക്ഷണത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഭൗതികമായ കണ്ണുകൊണ്ട് ഇത് കാണുന്നില്ല. ആത്മാവിന്റെ കണ്ണ് തുറന്നപ്പോൾ ദൈവാത്മാവിൽ അവൻ കാണുകയാണ്. ആരാം സൈന്യം, സിറിയൻ സൈന്യം ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്ന ഏലീശയുടെ വീട്ടിന് ചുറ്റും വന്നിട്ട് ഏലീശയെ പിടിച്ചുകൊണ്ട് പോകാനും കൊല്ലാനും ഒക്കെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുക. കാരണം ഈ ആരാം സൈന്യം, സിറിയൻ സൈന്യം അവരുടെ ശയനഗൃഹത്തിൽ, അവരുടെ പേഴ്സണൽ രാജാവും മന്ത്രിമാരും കൂടുന്ന സ്ഥലത്ത് അവർ സംസാരിക്കുന്ന കാര്യം ഇവിടെ പ്രവാചകൻ ആത്മാവിൽ കണ്ട ഇസ്രായേൽ രാജാവിനോട് പറയുന്നു. ഒടുവിൽ യുദ്ധം വരുമ്പോൾ ഇസ്രായേൽ സൈന്യം ആരാം സൈന്യത്തെ പരാജയപ്പെടുന്നു. ഒടുവിൽ എലീശയാണ് ഈ ആലോചന പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യം ആരാം രാജാവ് തിരിച്ചറിഞ്ഞപ്പോൾ എലീശയെ കൊല്ലുവാനായിട്ട് ആളെ വിടുകയാണ്. അവിടെ എലീശ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വീടിന്റെ ചുറ്റും ആരാം സൈന്യം പാളയം ഇറങ്ങിയപ്പോൾ എലീശയുടെ ശിഷ്യൻ പ്രഭാതത്തിൽ നോക്കുമ്പോൾ വലിയ സൈന്യം എലീശയെ കൊല്ലുവാൻ വളഞ്ഞിരിക്കുന്ന കാണുകയാണ്. ഓടി വന്ന് എലീശയോട് പറയുകയാണ്, അതെ, ആരാം സൈന്യം നമ്മളെ കൊല്ലും, അവര് വീട് വളഞ്ഞിരിക്കുന്നു, എല്ലാവരും നമ്മെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഉടനെ എലീശയുടെ പ്രാർത്ഥന തീരാതെ എലീശ ഒരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിക്കും, യഹോവേ, ഇവനും കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എലീശ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശത്രു സൈന്യത്തെ അല്ല, ദൈവത്തിന്റെ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി അഗ്നിമയമായ കുതിരകളും രഥങ്ങളും ഒക്കെ കൊണ്ട് വീട് നിറഞ്ഞിരിക്കുന്നു, ചുറ്റുമുള്ള മലകളും നിറഞ്ഞിരിക്കുന്ന കാഴ്ച എലീശ കാണുകയാണ്. ആ ശിഷ്യനെ കൂടെ കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പിന്നീട് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ദൂതന്മാരുടെ കാവൽ ഉണ്ടായിരുന്നു മാത്രമല്ല, ശത്രു സൈന്യത്തിന്റെ കണ്ണുകൾക്ക് അന്ധത പിടിപ്പിച്ചു. ഇസ്രായേൽ പാളയത്തിന് നടുവിലേക്ക് അവരെ അയച്ചു. ഒടുവിൽ അവരെ പറഞ്ഞയക്കുന്ന കാഴ്ച കാണുന്നു. എന്തിനാ ഈ വചനം കർത്താവ് നൽകിയെന്നറിയാമോ? നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ തകർത്ത് കളയുവാൻ പിശാച് അനേകം വിധമായ ദുർഭൂതഗണങ്ങളെ അയച്ച് പല മേഖലയിലൂടെ നിങ്ങളോട് ആക്രമിക്കാൻ നോക്കിയാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. അതൊന്നും നിങ്ങളെ തൊടാൻ പറ്റുകയില്ല. ഒരുപാട് ഭൂതമുണ്ടല്ലോ, ഒരുപാട് പ്രശ്നമുണ്ടല്ലോ എന്ന് ഭയപ്പെടരുത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വാക്യത്തിലുണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. ആരൊക്കെ ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചാലും എന്നെ തൊടത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് എന്റെ ഉറപ്പിലല്ല, നിങ്ങളുടെ ഉറപ്പിലുമല്ല, ദൈവം എനിക്ക് തന്ന ഉറപ്പിലുമാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അത് ഞാൻ വിശ്വസിക്കുക. നിങ്ങളെ ഒരു ശത്രുവിനും തൊടാൻ പറ്റുകയില്ല. ഒരു ആവിചാരകനും ഒരു മന്ത്രവാദിക്കും നിങ്ങളെ നശിപ്പിക്കാൻ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല. കാരണം ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് ദൈവം നിങ്ങളെ സൂക്ഷിച്ചിരിക്കുക. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ട്, നിങ്ങളുടെ നന്മകൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങളുടെ തലമുറകളുടെ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. 34 സങ്കീർത്തനം 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പൊ ദൂതന്മാരുണ്ട്, അവർ ഭക്തന്മാരുടെ ചുറ്റും ഇറങ്ങി വരുന്നു, അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അതെ, ആ ദൂതന്മാർ നിങ്ങളെയും സംരക്ഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളോട് ഈ ദൂത് പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കുന്നവർ, ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ സംരക്ഷണം ദൈവം ഉറപ്പാക്കി കൊടുക്കും. ആമേൻ. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഹിസ്കിയ രാജാവിനെതിരെ
അശൂർ രാജാവായ സെൻഹേരീബ് ഭയങ്കര സൈന്യവുമായിട്ട് വന്ന് ആക്രോശിക്കുക. ഹിസ്കിയ രാജാവിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല, യഹോവ നിങ്ങളെ സഹായിക്കില്ല. ഉടനെ ദൈവം അവനോട് പറയുന്ന കാര്യം ഹിസ്കിയ രാജാവിനോട് പറയാണ്, അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ. ഹിസ്കിയ രാജാവ് പറയുന്നതാണ്, സാഹചര്യത്തോട് പറയാ, സെൻഹേരീബിനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യുദ്ധം യഹോവ ചെയ്യും. അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. ആത്മസാന്നിധ്യം, ആത്മശക്തിയിൽ നമുക്ക് ജയിക്കാം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന 2 അധ്യായത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ യഹോവയുടെ ഒരു ദൂതനിറങ്ങി, അശൂർ പാളയത്തിൽ ഒരു ദൂതനിറങ്ങി. അന്ന് രാത്രി 1,85,000 അശൂർ സൈനികരെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൂതനെ നമുക്ക് വേണ്ടി ദൈവം ഇറക്കും. എന്തിനുവേണ്ടി അറിയാം? നിങ്ങളെ സംരക്ഷണം ചെയ്യുവാൻ, സൂക്ഷിക്കുവാൻ. ധൈര്യത്തോടുകൂടി ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും എന്ന് പറഞ്ഞത്, ഞാൻ ഭയപ്പെടുകയെന്ന് 27 സങ്കീർത്തനം 3 വാക്യത്തിൽ ദാവീദ് പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ സൈന്യത്തെ അവൻ കണ്ടതാ. ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി യുദ്ധം ചെയ്യുന്ന അവൻ കാണുന്നതാ. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവത്തിന്റെ സൈന്യത്തെ ദൈവം അയച്ചത് കണ്ടതാ. അതെ, നിങ്ങൾ ഒറ്റയ്ക്കുള്ളെങ്കിലും നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന്റെ സൈന്യമുണ്ട്. ഇന്നത്തെ ഈ പുതിയ ദിവസം നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ദൈവമുണ്ട്, എന്നെ സഹായിക്കാൻ തന്റെ സൈനികരായ ദൂതന്മാരെ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ദൈവം അയച്ചു തരും. ആമേൻ. അതുകൊണ്ട് ഭയപ്പെടണ്ട, യുദ്ധം ചെയ്യുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു പൈശാചിക ശക്തിയും നിങ്ങളെ തൊടില്ല. അത് ഏത് വിധത്തിലൂടെ ആണെങ്കിലും, ഏത് വഴിയിലൂടെ ആണെങ്കിലും നിങ്ങളെ തൊടുവാൻ അവയ്ക്ക് അധികാരമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയം മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ദൈവം ദൂതനെ അയക്കും. അങ്ങനെയല്ലേ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ വിടുവിക്കുവാൻ ദൈവം ദൂതനെ അയച്ചു കാരാഗ്രഹത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൂതനെ അയക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൂതനെ അയക്കുന്നു. അതെ, നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാർ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവം. ഇവൻ കാണത്തക്കവണ്ണം കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചത് എന്റെ നിങ്ങളുടെ കണ്ണുകൂടി തുറക്കാൻ വേണ്ടിയാ. ആ ദൂതന്മാരുടെ സംരക്ഷണം നമ്മുടെ ചുറ്റും ഉണ്ട്. അത് കണ്ടാൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. അവർ നമുക്ക് വേണ്ടി പടവെട്ടട്ടെ. ശത്രുവിനെ സൈന്യത്തെ ഓടിക്കട്ടെ. അത് രോഗശക്തികളായിട്ട് വരുന്ന സാമ്പത്തിക തകർച്ചകളായിട്ടും കടഭാരങ്ങളായിട്ടും കുടുംബത്തിനകത്ത് സ്വസ്ഥത എടുത്തു കളയുന്ന പ്രശ്നങ്ങളായിട്ടൊക്കെ കയറി വരുന്ന ദുർഭൂത ശക്തികൾ നിങ്ങളെ ഭവനത്തെ തൊടാതെ വണ്ണം അവ ഓടിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം സ്വീകരിക്കുകയാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളത് കർത്താവ് നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക. അവിടുത്തെ ദൂതന്മാരുടെ കാവൽ ഞങ്ങളുടെ മേലുണ്ട്, ഞങ്ങളുടെ ഭവനത്തിന്റെ മേലുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ പിശാച് വിരോധമായി, ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കരുത്. യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യുകയും വചനം കേൾക്കുന്ന മക്കളെ ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യുകയാണ്. കർത്താവേ, ശാപം മാറിപ്പോകട്ടെ, മരണം മാറിപ്പോകട്ടെ, രോഗശക്തികൾ മാറിപ്പോകട്ടെ. ഓരോ അശുദ്ധ മണ്ഡലങ്ങൾ തുടരുത്. ഇവിടുത്തെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ജയം കർത്താവ് കൽപ്പിക്കണം. ദൂതന്മാരെ അയക്കണം, വിടുതൽ അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ നിങ്ങൾ കാണട്ടെ, ഓരോ ദിവസവും അനുഭവിക്കട്ടെ. സന്ദേശം ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.